ഹലോ, ഇന്ന് ഞാനൊരു നൈറ്റി തുണിയുണ്ട് ഒരു കുർത്തി കട്ടിങ് വീഡിയോ ആണ് ഇടുന്നത്. നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. ഞാനിതിപ്പോൾ നീളത്തിൽ നിവർത്തിയതിന് ശേഷം രണ്ടായിട്ട് മടക്കിയതാണ്. ഇതുപോലെ ഇനി ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തിക്കാൻ കാണിച്ചത്. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത് അടയാളപ്പെടുത്തുന്ന കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ നീളവും നമ്മൾ വേണ്ട നീളം അടയാളപ്പെടുത്തുക. എനിക്കിതിൻ്റെ ഫുൾ ലെങ്ത്ത് വേണ്ടത് 46 ഇഞ്ചാണ്. ഞാൻ ഇവിടെ നിന്ന് 46 ഇഞ്ച് ആദ്യം താഴോട്ടേക്ക് അടയാളപ്പെടുത്തട്ടെ. പിന്നെ എനിക്ക് ഷോൾഡർ വേണ്ടത് 7 ഇഞ്ചാണ്. ഇതൊരു 40 സൈസ് ചെസ്റ്റ് അളവിൻ്റെയാണ് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ 7 ഇഞ്ച്, ആം ഹോളും 7 ഇഞ്ച്. നെക്ക് വെടുത്ത് 3 ആണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 6.5, ബാക്ക് ലെങ്ത്ത് ബാക്ക് വശത്തെ ലെങ്ത്ത് 5. ഞാൻ ചെസ്റ്റ് അടയാളപ്പെടുത്തിയത് 10.5 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 10.5 ടാപ്പ് കൊണ്ട് അളന്നതിന് ശേഷം ഇവിടെ അടയാളപ്പെടുത്തി. ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പോട്ട്. അവിടെ നിന്ന് എനിക്ക് പിന്നെ ഷേപ്പ് ലെങ്ത്ത് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് അളവ് തന്നെ ബ്രസ്റ്റ് അളവ് കൊടുക്കണമെന്നല്ല. ചില ഇതിൽ ചെസ്റ്റിനെക്കാട്ട് കൂടുതൽ ബ്രസ്റ്റ് ആയിരിക്കും. അന്നേരം എന്ത് ചെയ്യണം, ഇവിടുന്ന് 2.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഇവിടുന്ന് എടുക്കുക. എത്ര നമുക്ക് ബ്രസ്റ്റ് അളവ് അളന്നതിന് ശേഷം അതിൻ്റെ അളവാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ നമ്മളിവിടെ ചെസ്റ്റ് അളവ് അനുസരിച്ചിട്ട് ഇവിടെ കൊടുത്താൽ നമ്മൾ ഇടുമ്പോൾ ബ്രസ്റ്റിൻ്റെ അടുക്ക് നമുക്കൊരു ടൈറ്റ് വരും. അത് അങ്ങനെ നോക്കാണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ ടൈറ്റ് വരുന്നത്. ആ ടൈറ്റ് വരാണ്ട് നിൽക്കാനാണ് ഇവിടുന്ന് 2.5 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ബ്രസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കി അതിവിടെ അടയാളപ്പെടുത്തി 2 ഇഞ്ച് തയ്യൽ തുമ്പിടുക. പിന്നെ ഷേപ്പ് ലെങ്ത്ത് നമ്മൾ ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് നമ്മളുടെ ഷേപ്പ് നോക്കുന്നത് വെച്ചാൽ നമ്മൾ കൈമുട്ടിൻ്റെ ആ മുട്ടിൻ്റെ ഭാഗം വരുന്ന ഭാഗത്താണ് നമുക്ക് ഷേപ്പ് എന്ന് പറയുന്നത്. ആ ഷേപ്പ് ലെങ്ത്ത് ഇവിടെ എനിക്ക് 14.5 പിന്നെ അതിൻ്റെ വിഡ്ത്ത് 9, പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. പിന്നെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 21.5 ഞാൻ എടുത്തത്. ഈ 1/2 ഇഞ്ച് എന്ന് വെച്ചാൽ ഷോൾഡർ പിടിക്കുമ്പോഴത്തേക്ക് 1/2 ഇഞ്ച് അങ്ങ് പോകും. അതുകൊണ്ടാണ് നമ്മൾ 21.5 എടുത്തത്. എന്നിട്ട് ഇവിടുന്ന് 21.5 എടുത്തതിന് ശേഷം അവിടുത്തെ വിഡ്ത്ത് എനിക്ക് 11.5 വേണ്ടത്. അവിടെ നിന്ന് നമുക്ക് ഇവിടെയെല്ലാം നമ്മൾ കൊടുത്തത് 2 ഇഞ്ച് തയ്യൽ തുമ്പ. ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം, 1 ഇഞ്ച് തയ്യൽ തുമ്പേ കൊടുക്കണ്ടു. പിന്നെയെന്ന് വെച്ചാൽ താഴ്ഭാഗം ഞാനിവിടെ 13.5 കൊടുത്ത്. നമുക്ക് വേണമെങ്കിൽ സ്ലിറ്റിൻ്റെ ഇവിടെ എത്രയാണോ ഉള്ളത് അതേ അളവ് തന്നെ നമുക്ക് താഴെ കൊടുക്കാം. കുറച്ച് വിരിഞ്ഞ് നിൽക്കണമെങ്കിൽ 1 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടാം. ഇവിടെ ഞാൻ 13.5 ഇഞ്ചാണ് കൊടുത്തത്. അതിന് ശേഷം എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളിങ്ങനെ ലൈൻ വരച്ചിട്ട് ഇവിടെ വെച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്യാം. ഇതിന് നമുക്കൊരു ഈ ആം ഹോൾ സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അടയാളപ്പെടുത്തണം. ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ട് നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് ഞാൻ അതിനായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിവിടെ കൈക്കുഴി ഈ 40-ന് മുകളിലും 40-ലും ലാർജ് സൈസിനെല്ലാം നമുക്ക് 40-ന് മുകളിലെല്ലാം വരുന്നതിനെല്ലാം നമ്മളിവിടെ കൈക്കുഴിയില്ലേ നമ്മൾ പറയില്ലേ കുഴിച്ചു മുറിക്കണമെന്ന്, അല്ല നമ്മൾ 40-ന് മുകളിലോട്ട് വരുന്നതിനെല്ലാം നമ്മളിവിടെ 1/4 ഇഞ്ച് കൊടുക്കും. പിന്നെ 35-ന് 36-40 ഇടയിൽ വരുന്നെടുക്കാം. 36-നും 40-നും ഇടയിൽ വരുന്ന ചെസ്റ്റ് അളവിന് നമ്മളിവിടെ എന്നാ കൊടുക്കുക, 1/2 ഇഞ്ചാണ് കൊടുക്കുക. അങ്ങനെ നമുക്ക് മെഷർമെൻറ്റ്. ഇതിപ്പോൾ ഞാൻ 1/4 ഇഞ്ചാണ് കൊടുക്കുക. ഇവിടെ കൈക്കുഴി ഇവിടെ നമ്മൾ കുഴിച്ച് മുറിക്കും. നമ്മളിവിടെ 1/4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെ തന്നെ നമ്മൾ എത്തണം. നമ്മൾ ഈ 1/4 ഇഞ്ച് കുഴിച്ച് മുറിക്കുന്നത് ഈ അളവ് തന്നെ എത്തണം. ഇവിടുന്ന് കൂടുതലോ കുറയാനൊന്നും പാടില്ല. ഇവിടെ കട്ട് ചെയ്യാനും പാടില്ല. നമ്മൾ ഫസ്റ്റ് ബാക്ക് വശം എങ്ങനെയാണോ കട്ട് ചെയ്ത് ആ കട്ടിങ്ങിൻ്റെ അടുക്ക തന്നെ നമ്മൾ ഈ 1/4 ഇഞ്ച് കുഴിച്ച് മുറിച്ച് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവണം. ഇനി ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണാം. ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഫ്രണ്ടും 1/4 ഇഞ്ച് കണക്കിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഞാനിതിൽ ക്യാൻവാസാണ് വെക്കുന്നത്. അതുകൊണ്ട് ക്യാൻവാസിലാണ് നെക്ക് പിന്നെ കട്ട് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യമുണ്ട്, നമുക്ക് ഈ ഭാഗത്ത് തന്നെ സ്ലീവിന് വരുന്നത്. ഈ സ്ലീവിന് വരുമ്പോൾ ഈ വശം ഒരു സമയം ഈ സ്ലീവിൻ്റെ ഈ വശം നമ്മൾ കട്ട് ചെയ്തത് ഭാഗം ആയതുകൊണ്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാം.
എന്ന് വെച്ചാൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിലെ ഈ മാക്സി തുണി എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് താഴെ നിന്ന് തന്നെ അടയാളപ്പെടുത്താം. ഈ വശത്ത് നമുക്ക് നെക്കോ ഷോൾഡർ എല്ലാം അടയാളപ്പെടുത്തി നമുക്ക് താഴോട്ടേക്ക് അടയാളപ്പെടുത്താം. നമ്മളിപ്പോൾ മേലേന്ന് ഈ വശമില്ലേ, ഈ വശത്ത് നിന്ന് അടയാളപ്പെടുത്തിയാൽ നമുക്ക് അവിടെ കട്ടിങ് വരുന്നത്. നമ്മൾ താഴേന്നെ അടയാളപ്പെടുത്തുകയാണെങ്കിലേ നമുക്ക് ഈ വശം കട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് സ്ലീവിന് നല്ല ജോയിൻ്റ് ചെയ്ത ഭാഗം തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. ഇതുപോലെ കണ്ടോ, നമ്മൾ താഴ്ഭാഗമോ നമ്മൾ നെക്കെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഈ മേൽഭാഗത്ത് നമുക്ക് എല്ലാം